ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ്. അതിനു വേണ്ടി 1 കിലോ മട്ടനാണ് എടുത്തത്. നെയ്യോട് കൂടി തന്നെയാണ് എടുത്തത്. മട്ടന് നല്ല വേവുള്ളതുകൊണ്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് 1.5 ടീസ്പൂൺ, പിന്നെ കുറച്ച് പുതിനയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. അടുത്തത് മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞ് ചേർക്കാം. പുതിനയില വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. നമുക്ക് കൂടുതലായി മല്ലിച്ചപ്പിന്റെ ടേസ്റ്റാണ് വേണ്ടത്. പിന്നെ ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി അടച്ചു വെച്ച് മട്ടൻ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 5 വിസിലാണ് അടിച്ചത്. മട്ടന്റെ മൂപ്പ് അനുസരിച്ച് വിസിലിന്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ 5 വിസിലായപ്പോഴേക്കും ആവശ്യത്തിന് വേവായിട്ടുണ്ട്. മട്ടൻ സെറ്റായി വരുമ്പോഴേക്കും ബിരിയാണിയിലേക്ക് ആവശ്യമായ ഉള്ളി വറുത്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ 7 ഉള്ളി വളരെ കനം കുറച്ചാണ് അരിഞ്ഞു വെച്ചത്. അതിനായി ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത്. ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചതിൽ നിന്ന് പകുതി ഉള്ളിയാണ് വറുക്കാൻ വേണ്ടത്. അത് തന്നെ ഞാൻ 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരുമിച്ച് നമുക്ക് വറുക്കാൻ പറ്റില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമുക്ക് വറുത്തു പോരാം. ചൂടാറി വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഡാർക്ക് കളർ ആയിക്കോളും. ഇത് നമുക്ക് ബിരിയാണി മസാലയിലേക്ക് ആഡ് ചെയ്യാനും ബിരിയാണി ദം ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വറുത്തു വരാം. അങ്ങനെ 2ാമത്തെ ബാച്ചും വറുത്തു വെച്ചിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒപ്പിച്ചെടുക്കാം. ചട്ടി നല്ല ചൂടായത് കാരണം പെട്ടെന്ന് എടുത്തില്ല എന്നെങ്കിൽ കരിഞ്ഞു പോകും. ആദ്യം മുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പാണ് വറുത്തെടുത്തത്. ഇതെല്ലാം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഉള്ളി വറുക്കാനെടുത്ത ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബിരിയാണി ദമ്മിടാനുള്ള പാത്രത്തിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. അതിനായി 7.5 ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ എടുത്തത്. മസാലയ്ക്ക് ആവശ്യമായ സ്പൈസസ് ആണ് ഇനി ചേർക്കേണ്ടത്. അതിലേക്ക് 12 കഷ്ണം ഗ്രാമ്പൂ, 5 ഏലക്ക. ഏലക്ക കുറച്ച് പൊളിച്ചിട്ട് വേണം ഇടാൻ, എന്നാലും അതിന്റെ ടേസ്റ്റ് മസാലയിൽ ശരിക്കും കിട്ടുള്ളൂ. 4 അല്ലെങ്കിൽ 5 കറുവാപ്പട്ടയുടെ കഷ്ണവും ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം മട്ടൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടതുകൊണ്ട് കൂടുതലായി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യമെങ്കിൽ മട്ടൻ ചേർത്തതിന് ശേഷം ഇടാം. ഉള്ളി വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഞാൻ മസാലയിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും പച്ചമണം മാറി വരുമ്പോഴേക്കും കട്ട് ചെയ്തു വെച്ച നല്ലൊരു പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 ഒക്കെ മതിയാവും. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് തുറന്നു നോക്കി അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഞാനിപ്പോ അടച്ചു വെച്ച് വേവിച്ചു കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ഉള്ളി പകുതി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന പുതിനയില, കറിവേപ്പില, മല്ലിച്ചപ്പ് എന്നിവ ഇട്ട് നന്നായി ഇളക്കും. അടുത്തതായി ഒരു നാരങ്ങയുടെ ജ്യൂസും പുളിക്ക് ആവശ്യമായ തൈരും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. എല്ലാം മിക്സ് ചെയ്തതിനു ശേഷം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും മാത്രമാണ് ചേർക്കുന്നത്. വേറെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബിരിയാണി മഞ്ഞ കളറിലൊന്നല്ല ഇരിക്കുന്നത്. പെപ്പറിന്റെ എരിവ് കൂടുതലാണെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. മസാലയുടെ പച്ചമണം മാറിയതിനു ശേഷം വേവിച്ച് വെച്ച മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിതൊന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമ്മുടെ ബിരിയാണിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാം. വേറൊന്നല്ല, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഒരു 1/4 കപ്പ് മതി. കൂടുതലായാൽ ബിരിയാണിയുടെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നോട്ട് നിൽക്കുക. നന്നായി ഇളക്കിയതിനു ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതവിടെ ചെറു ചൂടോടെ ഇരിക്കട്ടെ. ആ ടൈമിൽ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ഉള്ളി വറുത്തതിന്റെ ബാക്കി എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ഗ്രാമ്പൂ, 4 കഷ്ണം കറുവാപ്പട്ട, 5 ഏലക്ക, ഒരു ബേ ലീഫ് ഇട്ട് ചൂടായതിനു ശേഷം നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താല് റൈസിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതിയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്.
അതിലേക്ക് കഴുകി സ്റ്റെയിൻ ചെയ്തു വെച്ച ജീരകശാല റൈസ് ചേർക്കുക. 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തത്. ഈ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചോറ് വെന്ത് കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിക്കുകയില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അരി പൊട്ടുന്ന പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ 5 കപ്പ് വെള്ളമാണ് എടുത്തത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. റൈസിൽ ഉപ്പ് എപ്പോഴും ഒന്ന് മുന്നിട്ട് നിൽക്കണം. റൈസ് വേറിട്ട് നിൽക്കാൻ വേണ്ടി ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് ഇളക്കി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇതേ നമ്മുടെ റൈസ് നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ നമുക്ക് തിള വന്നിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. 1ാമത്തെ ലെയറിൽ റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ലെയറിൽ ബാക്കി വന്ന റൈസും പുതിനയില, മല്ലിച്ചപ്പ്, വറുത്ത് വെച്ച ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സ്പ്രെഡ് ചെയ്ത് അടച്ചു വെച്ചു. ഒരു വെയിറ്റും വെച്ചു കൊടുത്തു. വെയിറ്റിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന കല്ലാണ് വെച്ചു കൊടുത്തത്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി സ്മെല്ലായിരുന്നു. പീസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ലായിരുന്നു. കല്യാണത്തിനൊക്കെ കിട്ടുന്ന ബിരിയാണിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റ് ചെയ്യുന്ന കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.